ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഈ നാമത്തിൽ സർവ്വ നന്മ ഉണ്ടാവുള്ളൂ. ഈ നാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നാമം എന്ന് പറയുമ്പോൾ അവർക്ക് ക്രിസ്ത്യാനി യേശു അങ്ങനെയല്ല. യേശു എന്ന് പറഞ്ഞാൽ വചനാണ്. ആ വചനം പാലിക്കുമ്പോൾ നല്ല മനുഷ്യരാകും. നമ്മുടെ ക്യാരക്ടർ മാറും. നമ്മൾ മാറിയാലേ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുള്ളൂ. എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല, എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല, ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ മാറണം. അതാണ് യേശുമ്പരാൻ ആഗ്രഹിക്കുന്നത്. ബോൺ അഗെയിൻ ക്രിസ്ത്യൻ ആകണം. ക്രിസ്ത്യാനിയാകാനല്ല പറയണേ, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക, ആ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക. അതോടുകൂടി സർവ്വ നന്മയും പിൻപടുക, ആ ദൈവരാജ്യത്തിലാവുകയും ചെയ്യും. അപ്പോൾ അതാണ് തന്നെയാണ് ഞാൻ ഇന്നും പറയണത്. അപ്പോൾ ലോകത്തെല്ലാ ജാതികൾക്കും ബാധകാട്ടോ. കാരണം അതിനു വേണ്ടിയാണ് ദൈവം യേശുവിനെ ലോകത്തിന് ചരിത്ര പുരുഷനായിട്ട് വെച്ചത്. ഒരു മനുഷ്യർക്ക് ഒരാളെ അങ്ങനെ ചരിത്ര പുരുഷനാക്കിയിട്ട് വെക്കാൻ പറ്റില്ല. കാരണം ലോകം പല പല മതങ്ങളും പല ഇതും ഉള്ളതാണ്, സംസ്കാരമൊക്കെ ഉള്ളതാണ്. ഇതിനു മുമ്പ് അലക്സാണ്ടർ ചക്രം ഒത്തിരി രാജാക്കന്മാർ ഒത്തിരി ലോകം ഭരിച്ച് കീഴ്പ്പെടുത്തിയേക്കുന്നതാണ്. അപ്പോൾ ഒരാളെ, ഒരു കൂലിപ്പണിക്കാരൻ ആശാരി ഇപ്പോഴും ക്രിസ്ത്യാനി യേശുവിനെ അംഗീകരിക്കാത്ത ജനിച്ച ഭൂതന്മാരും ദൂരം അംഗീകരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു യേശുവിനെ ലോകത്തിന് ചരിത്ര പുരുഷനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിയാണ്ട് നടക്കൂല. അത് തന്നെയാണ് ഇവിടെ ഈ പറയണത്. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയാം, മറ്റൊരുത്തരിലും രക്ഷയില്ല. ഇത് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ആർക്കും ഒന്നും വിഷമം തോന്നിയിട്ട് കാര്യമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ യേശുവിൻ്റെ മുമ്പിലേക്ക് ചെന്ന് ചാടുമ്പോൾ ആകെ പ്രശ്നമാകാണ്ടിരിക്കാൻ പറഞ്ഞാൽ കേട്ടോ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ആമേൻ. ഈ നാമം എന്ന് പറഞ്ഞാൽ യേശു എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ യേശു എമ്പരം പറയും, ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ എന്ന്. യേശു എന്ന് പറഞ്ഞാൽ വചനം പാലിക്കുന്നവരെ മാത്രമാണ് യേശു എമ്പരം മറ്റുണ്ട്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുമെന്ന്. നമുക്കങ്ങനെ ആഗ്രഹിക്കാം. യേശു എമ്പരം സഹായിക്കും വചനം പാലിക്കാൻ. അപ്പോൾ ജീവവയുടെ കാര്യം ഓർക്കണം. നമ്മുടെ ഞറുക്കെടുത്താണെന്നോ നിങ്ങൾ, ഈ പിള്ളേർ എൻ്റെ കുഴപ്പമില്ല കേട്ടോ. ഒരു ഞറുക്കെടുത്ത് ഇങ്ങനെ തരുമ്പോൾ ഞാൻ വായിക്കണതാണ്. എന്ത് ഞറുക്കെടുക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാലേ, ഈ അടുത്ത വീഡിയോയിലൊക്കെ ഞറുക്കെടുക്കുക പറയാം കേട്ടോ. റണ്ണിങ്ങിൻ്റെ വീഡിയോയിലായി സമയം കിട്ടുമെന്ന് തന്നെ റണ്ണിങ് പിടിക്കുമ്പോൾ ജീവിതത്തിന് അറിയാം. എന്നാൽ റണ്ണിങ്ങിൻ്റെ വീഡിയോ പറയാം. ഇന്ന് തന്നെ റണ്ണിങ്ങിൻ്റെ വീഡിയോ പിടിക്കുക. അപ്പം നമ്മളത് പറയാം കേട്ടോ. അപ്പം നിങ്ങൾ എന്നായാലും നിങ്ങൾക്ക് ഓരോ മാസവും സമ്മാനങ്ങൾ കിട്ടും. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് വൗച്ചർ 1000 രൂപയുടെ ഓരോന്നിനും ഉണ്ട്. ഫേസ്ബുക്കിനുണ്ട്, ഇൻസ്റ്റയ്ക്കുണ്ട്, യൂട്യൂബിനുണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുന്നവരായിരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. സമ്മാനം കൊടുത്തവരെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ. അപ്പോൾ എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ രേവതി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത്. നമ്മുടെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ വേണം. രേവതി ഗോൾഡൻ ഡയമണ്ട്സിലെ സ്കീമിൻ്റെ കാര്യം മറക്കരുത്. ഓരോ ദിവസവും ചെലത്തോറും സ്വർണ്ണത്തിന് വില കൂടുമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ. അപ്പോൾ നമ്മൾ സ്വർണം മേടിച്ച് വെക്കുക. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടാൻ തന്നെയല്ല, നിങ്ങൾക്കും അനുഗ്രഹം, എനിക്കും അനുഗ്രഹം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ, ചുരിദാർ സെറ്റിൻ്റെ കുറേ വെറൈറ്റി വന്നിട്ടുണ്ട്. ഇതൊരു നല്ല മെറ്റീരിയലാട്ടോ. ഇങ്ങനത്തെ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാട്ടോ. ഒരു സോഫ്റ്റ് അങ്ങനെ നമ്മൾ ഹാൻഡ് വർക്കൊക്കെ വന്നെ സോഫ്റ്റ് മെറ്റീരിയലാണ്. ഡോളോ സിൽക്കെന്നോ ഏതോ നല്ലൊരു പേരാണ്. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരു പേരിടാം. അവർ ഓരോന്നിനും ഓരോ പേര് പറയും. വേറെ കടയിൽ ചെന്ന് ചോദിച്ചാൽ ആ പേരിലുള്ള സാധനമേ അവർക്കറിയാൻ പറ്റില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പേര് പറയണമെന്ന് എനിക്ക് തോന്നണം. നല്ല ഷോള് ബോട്ട ഇത് യോക്കിൽ നല്ല സംഭവമല്ലേ. 2290. അടിപൊളി സംഭവം. 2290. അതിൻ്റെ കളേഴ്സ് നല്ല ഫുള്ള് വർക്കുള്ള, എന്നാൽ കനമൊന്നുമില്ല, ഫുൾ വീവിങ് ആട്ടോ. ഈ ഷോള് എന്ത് രസം. ഈ ഷോള് എന്നൊരു ബോട്ടം എങ്കിൽ ഒരു സോഫ്റ്റ് സിൽക്ക് ബോട്ടും. ഈ മെറ്റീരിയൽ ഡയബിളാണ്. ഡൈ ചെയ്തേക്കണം ഈ ബോട്ടത്തിൻ്റെ തുണി. അതാണ് ഈ മെറ്റീരിയലൊക്കെ അവർ വയ്ക്കണേ. 2290. ഈ സാൻഡോൺ ബോട്ടം മിക്കവർക്കും ഇഷ്ടമല്ല. ഈ ബോട്ടാണെങ്കിൽ എനിക്ക് ചൂടൊന്നുമില്ല കേട്ടോ. എൻ്റെ മിക്ക സെറ്റിൻ്റെ ബോട്ടം അത് തന്നെയാണ് കേട്ടോ. ഞാൻ ചൂടുള്ള ബോട്ടമൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല.
ഞാൻ കഴിയുന്നത്ര തുണിയെല്ലാം അങ്ങനെ നോക്കി ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഒത്തിരി പറഞ്ഞിരിക്കണം, എടുക്കാറില്ല. ഒത്തിരി ഞാൻ എനിക്കെന്നൊക്കെ ഓർത്ത എല്ലാം എടുക്കണം. അങ്ങനെയല്ല, ചുമ്മാ അങ്ങനെ ഓർക്കും എനിക്കെന്ന്. ഞാനെല്ലാം എടുക്കണം എന്നില്ലെന്ന് നിങ്ങൾക്കറിയാലോ. ഇങ്ങനെ സെറ്റായിട്ട് എടുക്കണേ കേട്ടോ നല്ലത്. എൻ്റെ ദൈവമേ, എനിക്ക് എന്നും ഡൈ ചെയ്യലും മുറിച്ചെടുക്കണം. ഞാൻ എന്നിട്ട് വലിയ കാര്യത്തിൽ ഭയങ്കര കാശ് മുടക്കാവും. ഇടുമ്പോൾ ഈ പിള്ളേർ കിടന്ന് കുറ്റവും പറയും. അതോടുകൂടി മനസ്സ് തകർന്നിരിക്കുവേ. നമ്മുടെ സെറ്റ് എടുത്തിരുമ്പോൾ തന്നെ ഇപ്പം നല്ലത്. ഇപ്പം എനിക്ക് എന്തെങ്കിലും പുതിയ സൃഷ്ടി ഉണ്ടാക്കാനും കളറും ഒക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഡൈ ചെയ്ത് അത് വരുമ്പോൾ കളറും കറക്റ്റ് ആവുമല്ലോ തുണി എടുക്കുമ്പോഴും. പിന്നെ ഇപ്പം നമ്മുടെ കടയിലെ സംഭവങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ എടുക്കണമുള്ളൂ. ഇത് പ്യുവർ കോട്ടനാണ്. എന്നാൽ കോട്ടൺ ആണെന്ന് വെച്ചാൽ കോട്ടൺ അല്ല, പിടിക്കുമ്പോൾ ഒരു കോട്ടണല്ലേ. പക്ഷെ ചില മെറ്റീരിയൽ പിടിക്കുമ്പോൾ ചിലപ്പോൾ അത് പുതുന്ന് തോന്നുന്നുണ്ടല്ലേ. അത് ഇങ്ങനെ പിടിച്ചപ്പം ഇത് പ്യുവർ കോട്ടൺ പോലെ. പക്ഷെ നല്ലൊരു രസമുള്ള അത് ഇത് ഡാമനിൽ വരുത്താട്ടോ. ഞാൻ യോക്കിൽ ഇങ്ങനെ വെച്ചെന്നുള്ളൂ. അടിയിൽ ലേസ് ഉണ്ട്. നല്ല സൂപ്പർ സംഭവം. ഇതിൻ്റെ വിലയും വലിയ കാര്യമായിട്ടില്ല കേട്ടോ. ഷോളും അടിപൊളി ക്രോഷ്യോ ഷോളൊക്കെ ആട്ടോ. ഷോളിൻ്റെ ദേ 2 വശത്തും ക്രോഷ്യോ ഫുള്ള് ഇങ്ങനെ ക്രോഷ്യോ ഉണ്ട് 2 വശത്തും. അടിപൊളി സെറ്റാട്ടോ. ഇത് ഫുള്ള് തീരും കേട്ടോ. കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഇട്ടിട്ട് ഒരു പീസ് പോലും ഇല്ലായിരുന്നു. ഈ ബോട്ടം എടുത്ത് കഴിച്ചില്ല. 1499 ഉള്ളൂ. ഈ വില വെച്ചാന്ന് തോന്നുന്നു ഇത് പെട്ടെന്ന് തീരും. ഈ വിലയ്ക്ക് നമുക്കിടെ ഓൺലൈൻ കസ്റ്റമറിൻ്റെ ഫേവറേറ്റ് സംഭവമാണ്. നമുക്കിത് പെട്ടെന്ന് തീരും. ഇവിടെ വന്നെടുക്കണേക്കാളും കൂടുതൽ ഏറ്റവും അധികം ഇതിടുമ്പോൾ ഓൺലൈനിലാണ് പോകണം. ഈ മെറ്റീരിയലൊക്കെ പിടിക്കുമ്പോൾ കോട്ടൺ തന്നെയാണ്, പക്ഷേ ഒരു സിൽക്ക് മിക്സിങ് പോലെ നമുക്ക് തോന്നും കേട്ടോ. കോട്ടണായിരിക്കും, കോട്ടണ. എനിക്കങ്ങനെ ചുമ്മാ പിടിച്ചപ്പോൾ തോന്നിയതാണോ എന്നറിയാൻ പാടില്ല. പക്ഷെ എന്നെ ആയാലും നല്ല സംഭവം ഈ വിലയ്ക്ക്. ഇത് താഴെ ആട്ടോ വരണ്ട. ഞാനിങ്ങനെ കാണാൻ എളുപ്പത്തിന് ഇങ്ങനെ വെച്ചെന്നുള്ളൂ. ദാമനിൽ അല്ലെങ്കിൽ യോക്കിൽ വേണ്ടവർ അങ്ങനെ ചെയ്തു. അടിപൊളി ഒറിജിനൽ ക്രേപ്പ് ഷോളാട്ടോ. അതിൻ്റെ ഗുണം എന്നാ വെച്ചാൽ ഫുള്ള് ലേസ് വർക്ക്. ഇതേ ഷോളിൻ്റെ ഒക്കെ ഈ സൈഡിൽ വരെ ലേസ് വർക്കുണ്ട്, ക്രോഷ്യോ വർക്കുണ്ട്. ഷോളിൻ്റെ ഈ ഷോളിൻ്റെ ഉള്ളിലില്ലേ ഇതിൻ്റെ സൈഡിൽ കൂടി ആട്ടോ ക്രോഷ്യോ വർക്ക് പോയേക്കണേ. അപ്പം ഇതിന് സൈഡിലല്ല, ഫുള്ള് ഷോളിൻ്റെ അപ്പുറം ഇപ്പുറം ക്രോഷ്യോ വർക്ക് അല്ലേ. പലതിനും പലതാട്ടോ. ബോട്ടവും ഭയങ്കര ഒരു സോഫ്റ്റ് അല്ലേ. മെറ്റീരിയൽ പലതും വ്യത്യാസം ഉണ്ടോ ആവോ. വിലയും കൂടും ഒക്കെ സെയിമാണ്. പിന്നെ ആയാലും ഈ വിലയ്ക്ക് ഇത് ഭയങ്കര ലാഭമാണ്. 1499. അത് കാരണം നിങ്ങളിത് വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുമ്പോഴത്തേനും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം സൂപ്പർ സംഭവമാണ്. ഇതിൻ്റെ ഷോൾ ഇങ്ങനെ പോലും ഇതിൻ്റെ ഷോൾ ഇങ്ങനെ ഇതിന് ഇത് സൈഡിലും ഉണ്ട് തുമ്പറ്റത്തും ഉണ്ട്. വില സെയിമൊക്കെ ആട്ടോ. ബോട്ടം ഇങ്ങനെ ഒരു സിൽക്ക് സെറ്റ് നമ്മൾ വീട്ടിൽ അതിൻ്റെ കൂട്ടൊക്കെ ഒരു ബോട്ടം പോലെ സോഫ്റ്റ്. എല്ലാം ഭയങ്കര നല്ല കളർ കോമ്പിനേഷനാണ്. 1499 ആണ്. ബാക്ക് ഇങ്ങനെ ഫുൾ പ്രിൻ്റ് ആട്ടോ. കാരണം ഇത് നമ്മുടെ ഈ ഒറിജിനൽ 2800 ഒക്കെ കോട്ടയില്ലേ അവരുടെ തന്നെ ഉണ്ടാക്കണേ. അത് കാരണം ആ കോമ്പിനേഷനും ആ പ്രിൻറ്റും ആ ഷോളുകളൊക്കെയാണ്. അപ്പം നമ്മൾ ഈ 2800-നേക്കാളൊക്കെ ഇത് കണ്ടിട്ടിനി അതെടുക്കാൻ തോന്നിക്കില്ല. അതാണ് കുഴപ്പം. പണ്ട് നമ്മളത് ദൂരം വിറ്റുകൊണ്ടിരുന്നാന്ന് പറയാമോ. ഇപ്പോൾ ഓൺലൈനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കടവും കാരണത്തിന് എനിക്ക് വേണമെങ്കിൽ എത്രയോ ലക്ഷങ്ങൾക്ക് അത് കാരണം നമ്മൾ വില കൂടി ആ കോട്ട എടുക്കാത്ത 5000 പീസിൽ കൂടുതൽ വിറ്റാർന്ന് എനിക്ക് വേണം. ഒരു 15 വർഷം ആയി അത് നമ്മൾ കൊണ്ടുവന്ന് വിൽപ്പന തുടങ്ങിയിട്ട്. കട തുടങ്ങിയിട്ട് ഇപ്പോൾ 9 വർഷം ഏതാണ്ട് ഈ കട. അപ്പം അതിനൊരു 3-4 വർഷം മുമ്പ് അതങ്ങ് കൊണ്ടുവന്ന് വിറ്റിട്ട് നമ്മുടെ കടയിൽ എത്രയോ അകലേന്ന് ആൾക്കാർ വരുവാണെന്നറിയാമോ അതെടുക്കാൻ ആ കോട്ട. പിന്നെ അത് ഇല്ലാത്തവരാരും ഇടാറുണ്ട്. 4-5 വെച്ച് ആൾക്കാരെടുത്തായിരുന്നു. ദേ ഇതുണ്ടോ, അതും ഇതുമൊക്കെ ഇടുമ്പോഴൊക്കെ നല്ല ക്രോഷോ. അടിയിൽ ലേസ്, മൊത്തം ലേസും അടിപൊളി കളർ കോമ്പിനേഷനാണ്.
അപ്പടി എടുത്തോ അതോ ഇനി ഉണ്ടോ ഇതിൻ്റെ ബാക്കി കളർ കോമ്പിനേഷൻ ഉണ്ടോ? നീ കിട്ടാത്തവർ വല്ലവരും ഉണ്ടെങ്കിലൊക്കെ ഫോട്ടോ ഇട്ടൊക്കെ തരാം. 100 കളർ ഷെയ്ഡാണ് വന്നേക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അതുപോലെ ഏതെടുക്കണം എന്ന് തോന്നൂല ഈ കളർ കോമ്പിനേഷൻ എല്ലാം കണ്ടിട്ട്. നല്ല നീളമുണ്ട് കേട്ടോ, എല്ലാം ഉണ്ട് കേട്ടോ, സൂപ്പർ സംഭവമാണ്. എല്ലാം ഗ്രാൻഡ് ഒന്നിനെ മെച്ചം. ഒരു പീസ് പോലും ബാക്കി വരില്ല. ഇത് കണ്ട ഈ വിലയ്ക്ക് ഒരു പീസ് പോലും ബാക്കി വരുമോ? 1499 എന്നിട്ട് പറഞ്ഞാൽ ഇതിനൊരു വിലയാണോ? ഇതൊരു ഭംഗിയാണ് നോക്കാം. അടിപൊളി സംഭവം, അടിപൊളി സംഭവം. $1499 ആണ്. നല്ല സെറ്റാട്ടോ, നല്ല സെറ്റാണ്. നല്ല സൂപ്പർ സംഭവങ്ങളാണ്. ഏതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ? ഇനിയും കളേഴ്സ് ഇരിക്കുക. എല്ലാ കളേഴ്സിൻ്റെയും സെയിം തന്നെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? യുണീക്ക് പീസുകളാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണം പെട്ടെന്ന് എടുത്തോ, നമുക്ക് ഇടാൻ ഭയങ്കര സുഖവും, ചൂടില്ല. അതൊക്കെ ഈ വേനൊക്കെ ഇതാട്ടോ ഇതിൻ്റെ ബോട്ടം. ഇതൊക്കെ പൊന്നെ എന്തോരം രസമുള്ള കളേഴ്സാണ്. അടിപൊളി. ഇന്ന് വീഡിയോ കാണിക്കണ ഏത് കാണുമ്പോൾ നിങ്ങളെല്ലാം ഇത് ഏതെടുക്കുമെന്ന്, നിങ്ങൾ ഈ വിലയ്ക്കൊക്കെ ഇത് എന്തെടുക്കുമെന്ന് കൺഫ്യൂഷൻ ആവും. അത്രയ്ക്കും അടിപൊളിയാണ്. നമുക്കിടെ കടയിലും നമുക്കിടെ കടയിലെ കസ്റ്റമേഴ്സിനും ഈ സൈസ് സംഭവമൊക്കെയാണ് ഭയങ്കര ഫേവറേറ്റാണ്. സൂപ്പർ സംഭവമാണ്. ഇനി എല്ലാം തന്നെ സൂപ്പറാട്ടോ. നിങ്ങളെല്ലാം നല്ലത് കാണുമ്പോൾ എടുത്തോട്ടോ. ഇനി പിന്നെ കൊണ്ടുവരുമ്പോൾ എടുക്കാമെന്നൊക്കെ ഓർക്കുമ്പോൾ പിന്നെ നല്ലത് ഇതിലും നല്ലത് വരില്ലേ? എവിടെ എപ്പോഴും പറയില്ല, പണ്ടത്തെ ഫ്രിഡ്ജ്, പണ്ടത്തെ തുണി, പണ്ടത്തെ സ്വർണ്ണമാല എല്ലാം പണ്ടത്തെ നല്ലേന്ന്. നമ്മൾ കൂടുതൽ മെച്ചുന്ന പുതിയ തലമുറേനേക്കാളും കേട്ടോ. അത് ഓർത്തോളണം എപ്പോഴേ. അവർക്ക് മൊബൈലിൽ വെക്കാൻ അറിയുള്ളൂ. പുതിയ തലമുറ എനിക്കെതിരായിട്ട് ഇരിക്കരുത് കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ പിള്ളേരോട് എപ്പോഴും പറയുമ്പോൾ അവർക്കൊക്കെ കലി വരും. ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് പോകും കേട്ടോ. ആപ്ലിക്ക് വർക്ക് ഇങ്ങനെ പാനലായിട്ട് കോട്ടയിൽ ബാക്ക് ഫുള്ള് കോട്ടയുണ്ട്. നല്ല സൂപ്പർ കോട്ടൺ ബോട്ടം താഴെ വരെ ഈ പാനലിൻ്റെ ഇത്. അടിപൊളി ഷൂൾ. 1799 ആട്ടോ. പാനൽ വർക്ക് താഴെ വരെ ഉണ്ടത്. 1799 സൂപ്പർ സംഭവം. $1799 നല്ല ഗ്രീൻ പ്യുർ കോട്ട ഷോളും പ്യുർ കോട്ടണും ആട്ടോ. കോട്ടയാട്ടോ, കോട്ടണല്ല കോട്ട. നല്ല സൂപ്പർ കോട്ടയിൽ ഈ പാനിൽ ഇത്രയും വർക്ക് വേണമെങ്കിലേ UK കൊടുക്കണ ഇത്രയും പോരല്ലോ. സൂപ്പർ സാധനം കേട്ടോ. ലെങ്തും ഉണ്ട്. താഴെ വരെ പാനൽ വർക്ക് ഭയങ്കര ഫാഷനാണ്. അത് ട്രേഡ് ഷോളും അല്ല, കോട്ട ഷോളും ആണ്. ഷോളിൻ്റെ ഇരകത്തൊക്കെ ഇങ്ങനെ ലേസ് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഷോളുകൾ. 1799 ആട്ടോ. അടിപൊളി സംഭവമാണ്. സൂപ്പർ ഇതാണ്.
വ്യത്യാസമുണ്ട്. പാനൽ വർക്കാണ്, സൂപ്പറാണ്. എല്ലാം ഇന്നത്തെ സെറ്റ് എല്ലാം സൂപ്പർ സംഭവമാണ്. അപ്പോൾ ഇത് യോക്കിൽ താഴെ വേണമെങ്കിൽ താഴെ വെത്താട്ടോ. ശരിക്കും പിക്ചർ യോക്കില ഒരു വെറൈറ്റി ആട്ടോ. ഇങ്ങനെ ഷോള് കാണിച്ചേ, നല്ലൊരു സെറ്റ് കേട്ടോ, വലിയ വിലയില്ല കേട്ടോ. സോഫ്റ്റ് സിൽക്ക് ഷോള്, ഫങ്ഷൻ വെയറിനൊക്കെ സൂപ്പർ. ക്യാഷ്വൽ വെയർ ആയിട്ട് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. 1699 രൂപയേ ഉള്ളൂ. സൂപ്പറാണ്. അടിപൊളി സംഭവമാണ്. $1699. അടിപൊളി ഗ്രീൻ. $1699. എന്നൊക്കെ നിങ്ങൾ വണ്ടർ അടിക്കൂട്ടോ. ഇനി അടുത്ത സെറ്റ് ഇത് വിത്ത് ലൈനിങ് ആണെന്ന് തോന്നുന്നു അല്ലേ? വിത്ത് ലൈനിങ്, ഒരു സോഫ്റ്റ് ടിഷ്യൂ കോട്ടയാണ്. പക്ഷെ ഒരു ടിഷ്യൂ കോട്ടയാട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പതുപതുന്നുള്ള ആട്ടോ. ഫുൾ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ വർക്കാണ്. വിത്ത് ലൈനിങ്ങും ആണ്. അടിപൊളി ഷോളും ആട്ടോ. 1099. ഇത് ഈ ഫങ്ഷനൊക്കെ നല്ലത്. 1099 രൂപയേ ഉള്ളൂ. വിത്ത് ലൈനിങ് 1099 രൂപ. ഷോള് കണ്ടോ, അപ്പടി സ്കാലപ്പ് ഉള്ളിൽ അപ്പടി വർക്കും ക്രോസ് സ്റ്റിച്ചിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. എന്ത് രസമാണ് നോക്കി. വിലയ്ക്ക് ഒത്തിരി നല്ലതല്ലേ. ഗ്രാൻഡ് സാധനം, നല്ല കളർ ചാർട്ടുമാണ്. 1099. നല്ല ഗ്രീൻ ലൈലാക്കാണ് ഇനി വന്നെ. എന്ത് രസമായി ഷോളൊക്കെ കാണാൻ. 1099 രൂപയുള്ളേ. നല്ല സഫയർ കളറല്ലേ. നീ ഉണ്ട് ഇതിൻ്റെ തീർന്നു. ഇത്രയും കളറുള്ളൂ കേട്ടോ, പെട്ടെന്ന് എടുത്തു. ഇനി വന്നത് ഫുൾക്കാരി കോട്ട. അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഫുൾക്കാരി അല്ലേ. വലിയ അതിശയം കേട്ടോ. ലൈനിങ്ങും ഉണ്ടോ? ലൈനിങ്ങും ഉണ്ട്. തമ്പുരാൻ ഇതിൻ്റെ വില കേൾക്കുമ്പോൾ ഇതിൻ്റെ മൊത്തം അടിയായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ബാക്ക് ഇങ്ങനെ ബോട്ട. ഇത് ഷോളും ഒക്കെ കാണിക്കാം കേട്ടോ. ഇത് ഇതിൻ്റെ ലൈനിങ്. ഇപ്പോൾ ലൈനിങ് അതിൻ്റെ അകത്തുനിന്ന് ചാടിപ്പോയി. ഇതെന്നാന്ന് പരിശോധിച്ചത് നമ്മൾ കെട്ടുവന്നപ്പോൾ ഇവിടെ ഒരു ഹാൻഡ് വർക്കാണോ ഇത്? അതെ ഹാൻഡ് വർക്ക്. നല്ല കോട്ട ഷോള്. 1190 രൂപ ആകെ വിലയുള്ളൂ. ഷോള് ഇങ്ങനെ നീളമുണ്ട്. ഇത്രയും നീളമൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി 1190 ടോപ്പിന് നീളം നോക്കട്ടെ. ടോപ്പിനൊക്കെ നീളമുണ്ട്. നല്ല സെറ്റാണ്. 220 230 കാണുള്ളൂ ഷോള്. 2.5 മീറ്ററൊക്കെ നമ്മൾ മുറിച്ച് കിടന്ന തുണിയാലേ കിട്ടുള്ളൂ. എൻ്റെ കൈ 1 മീറ്ററിൽ കൂടുതലുണ്ട്. 220 അത്രയൊക്കെ കാണും.
എൻ്റെ കൈക്ക് ഭയങ്കര നീളം, അത്രയും ഇല്ലെന്ന് പറഞ്ഞ ഒരു മീറ്റർ. ഞാനെപ്പോഴും ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഒരാളെന്നെ പഠിപ്പിച്ച ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ കൈക്ക് 7 അടി പൊക്കമുള്ളവരുടെ കൈക്ക് ഉള്ള നീളമുണ്ട്. കൈ വിരലിനോ നഖത്തിൻ്റെ ഒന്നും അല്ല, നഖം പറ്റ വെട്ടിയേക്കണേ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കൈ നീളം നോക്കും, എൻ്റെ കൈക്ക് ഏറ്റവും നീളം. ഇതെൻ്റെ ബോട്ടാണോ? ഇതെൻ്റെ ബോട്ട്. ലൈനിങ് ബ്ലാക്ക് തന്നെ അതിൻ്റെ അകത്തുണ്ട്. ഷോള് 1190. ഈ വർക്കാട്ടോ ബോട്ടം കൊടുക്കണത്, അതേ കണ്ടോ, അതിലാ ഷോള്. ഈ വിലയ്ക്ക് ഇത് നല്ല സെറ്റാട്ടോ. കുഴപ്പം എന്നാ വെച്ചാൽ സെയിം അതിയില്ല, ഒത്തിരി പീസാണ്, നമുക്ക് തികയില്ലോ. കുറച്ച് ഇങ്ങനെ ഒരു 3-4 കളറ് 2-3 കെട്ടെടുക്കണേ നമുക്ക് ലാഭം. പക്ഷെ അങ്ങനെ ഇല്ല, എല്ലാം ഡിഫറൻറ്റാണ്. അങ്ങനെ ഇപ്പോൾ വന്നത് വലിയ പ്രശ്നമാണ്. ഒത്തിരി സമയമെടുക്കും വീഡിയോയ്ക്ക്. നിങ്ങൾ എന്നെ കണ്ട് ഒത്തിരി ഞാൻ സഹിക്കേണ്ടി വരും. അപ്പോൾ രേവതി ഗോൾഡ് സ്കീമിൽ ചേർന്ന കാര്യം മറക്കരുത്. ഇത് ഒരു അനുഗ്രഹമായി മാറും കേട്ടോ. യേശമ്പരാൻ നിങ്ങൾക്കതൊരു അനുഗ്രഹമാക്കി മാറ്റും. നിങ്ങൾ പോകുന്നത് എനിക്കൊരു അനുഗ്രഹമായി മാറും. ഒത്തിരി സെലക്ട് ചെയ്താൽ നമ്മൾ സ്വർണ്ണം എടുത്തായിരുന്നു. എപ്പോഴും പിള്ളേർ സ്വർണ്ണം ഇടില്ല. എന്തുകൊണ്ടാണ് ഇടില്ലാത്തതെന്ന് പറയട്ടെ, ചുമ്മാ ആനയ്ക്ക് നെറ്റിപ്പട്ടം പോലെ ചുമ്മാ. ഞാൻ ഓർക്കാം, ഈ സാരിയുടെ ബ്ലൗസൊക്കെ തയ്ക്കാൻ 2000-3000 കൊടുത്ത് ഈ വലിയ തയ്യക്കാരെ കൊണ്ട് തയ്പ്പിക്കണമെന്നില്ല, ഭയങ്കര ഫിനിഷിങ് നോക്കി. അപ്പോൾ അതുപോലെ തന്നെ സ്വർണ്ണം നല്ല ഫിനിഷിങ് നല്ല ഫാഷനാക്കി നമ്മളിടും. ഇത് ചുമ്മാ അത്രയും വിലയുള്ള സ്വർണം മേടിക്കുമ്പോൾ അയ്യോ അതിന് പണിക്കൂലി ഏറ്റവും കുറഞ്ഞത് മതി എന്ന് പറയും. അപ്പോൾ പിന്നെ പിള്ളേരിടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലം ഞാൻ സ്വർണം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണിക്കൂലിന്നൊന്നും ഞാൻ ഒരിടത്തും ചോദിച്ചിട്ട് പോലുമില്ല. എനിക്കറിയാൻ പാടാഞ്ഞിട്ടായിരുന്നു. ഞാനിങ്ങനെ ഫാഷൻ നോക്കി നടന്ന് മേടിക്കണേ ആയിരുന്നു. അപ്പോൾ പണിക്കൂലി കുറവുള്ളതൊന്നും ഒരു വലിയ ലുക്കൊന്നുമില്ല. എനിക്കിങ്ങനെ വലിയ സംതൃപ്തി കിട്ടാറില്ല. പക്ഷെ അതും നമ്മുടെ കടയിൽ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മോച്ചയൊക്കെ നമ്മൾ ഈ കട നമ്മൾ തുടങ്ങിയപ്പോൾ എറണാകുളത്തെ വലിയ സ്റ്റൈലും കട പോലെ എല്ലാം അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം ആദ്യം കുറേ പേര് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഈ മെറ്റീരിയലിനൊക്കെ രേവതി ഭയങ്കര വില. അപ്പടി ടെസറിൻ്റെയും ജൂട്ടിൻ്റെ ഷോൾ 1000 ഷോള് 150 രൂപയുടെ ഷോൾ എടുക്കാൻ വരുന്നവരെയും പിള്ളേരാണെങ്കിൽ 1000 കാണിക്കും. പിന്നെ ഓടിപ്പോയി നമ്മൾ 150ൻ്റെ ലോക്കലൊക്കെ ആക്കി ആൾക്കാർക്ക് സമാധാനമായി. അന്നപ്പോഴത്തേനും കാട്ടുതീ പോലെ രേവതി ഭയങ്കര വില എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ വില കൂടി 1000 പെർ മീറ്ററിൻ്റെ റണ്ണിങ് ഞാൻ പിന്നെ കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഭയന്നുപോയി. പക്ഷെ അത് ഒരു കഷ്ണം പോലും ഇല്ലാത്ത പോലെ വിറ്റ് തീർന്നു. അത്രയ്ക്കും വെറൈറ്റി ഒക്കെ കൊണ്ടുവന്നതാണ് നമ്മളങ്ങനെ. അപ്പോൾ അത്ര വെറൈറ്റി ആയിരുന്നു. ഈ വെറൈറ്റി എടുക്കാൻ അന്നേരം എല്ലാവരും എറണാകുളം പോകുമായിരുന്നു. അപ്പം നമ്മൾ ആ വെറൈറ്റി അനുസരിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ എന്നിട്ട് ഞാൻ ഈ ആൾക്കാർ പറഞ്ഞ കേട്ട് പേടിച്ചു. എല്ലാവരും കൂടെ ഇങ്ങനെ എന്നാൽ ലോക്കൽ എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ കട പേര് കേട്ട് പിടിച്ചു കയറി പോകുന്നത് നമ്മൾ ഈ വെറൈറ്റി തന്നെ ചൂസ് ചെയ്തിട്ടാട്ടോ. ഇപ്പോഴായാലും തുണിയിൽ ഓർഡിനറി കടകൾ ഒത്തിരി ഉണ്ടല്ലോ. അപ്പം സ്വർണ്ണക്കട അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഏറ്റവും അധികം ജനം നമ്മുടെ കടയിൽ കയറും. അതുപോലെ നമ്മൾ വെറൈറ്റി സെലക്ട് ചെയ്താൽ തുണിയായാലും നമ്മൾ ഓൺലൈൻ ചെയ്തേ പിന്നെ എന്തോരം ഇന്ത്യ മുഴുക്കൻ നമ്മൾ തുണി അയക്കുന്നുണ്ട്. അപ്പോൾ അത് വെറൈറ്റി കഷ്ടപ്പെട്ട് വെറൈറ്റി നോക്കിയിട്ടല്ലേ, അല്ലെങ്കിൽ ആൾക്കാരെടുക്കൂല. അപ്പോൾ ഇതിനെല്ലാം ലൈനിങ് ഉണ്ട് കേട്ടോ. ബോട്ട ഇതാട്ടോ കളറ് വർത്താനത്തിൻ്റെയൊക്കെ എല്ലാം. അപ്പോൾ നമ്മൾ ആനയെ മേടിച്ചിട്ട് തോട്ടി മേടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ പോലെ നല്ല ഫാഷൻ നോക്കി സ്വർണം മേടിക്കാൻ പറ്റുന്നവൻ നല്ല ഫാഷൻ നോക്കിയെടുക്കുക എന്നോർത്ത് നിങ്ങളിത് കേട്ടിട്ട് ഓർക്കരുത്. കേരള ഐറ്റം കംപ്ലീറ്റ് നമ്മുടെ കടയിലുണ്ട് കേട്ടോ. 10% താഴെ മേക്കിംഗ് ചാർജ് ഉള്ളത് വരെ ഒത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ അടിപൊളി നല്ല സംഭവങ്ങളാണ്. ഈ വിലയ്ക്ക് എന്നാ ലാഭം കേട്ടോ. വിത്ത് ലൈനിങ് ഇത് അങ്ങനെ കോട്ടാഷോളും വിത്ത് ലൈനിങ്ങോടെ കൂടി ഭയങ്കര ലാഭം. സൂപ്പർ സൂപ്പർ.
അടിപൊളിയാണ്. ഇതൊക്കെയായിട്ട് ഇതിൻ്റെ ബോട്ടം, ഈ കളർ അല്ല ഈ ഷോളിൻ്റെ ഈ കളർ. അപ്പോൾ എല്ലാം കണ്ടില്ലേ, എല്ലാം ഇത് വിത്ത് ലൈനിങ്. ഈ വിലയ്ക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ സ്കീമിൽ കൂടുന്ന കാര്യം മറക്കരുത്. ബ്യൂട്ടി പാർലറിൽ വന്നം, സ്വർണ്ണക്കടയിൽ വന്നം, തുണിക്കടയിൽ വന്നം. അതിനുള്ള സമൃദ്ധി തരട്ടെ യേശുമ്പരാൻ നിങ്ങൾ. അപ്പം സമൃദ്ധിയൊക്കെ ദൈവം തന്നെ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ കഴിയേണ്ടവരൊന്നുമില്ല. നമ്മൾ രാജാതിരാജൻ യേശുവിൻ്റെ മക്കളാണ്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചേക്കണം നമുക്ക് വേണ്ടിയാണ്. നമ്മളോട് വാണോളാൻ പറഞ്ഞേക്കണെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.